ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കാതെ ഷോർട്ട് വീഡിയോയിൽ ഒതുക്കിയത്. എനിവേ, ഇന്നൊരു ഓഫ് കിട്ടുമ്പോഴത്തേക്ക് ആ ഓഫിന് എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ലിംന ലോറൻസ്. ഞാൻ UK താമസിക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇപ്പോൾ വർക്ക് വിസ കിട്ടി ഒതുങ്ങിപ്പോയ ഒരു പാവം UK മലയാളി കൊല്ലംകാരി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു 2 കൊല്ലം മുമ്പ് UK വരാൻ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും എൻ്റെ മുഖം പരിചയം കാണും. ആ സമയത്ത് ഒരുപാട് പ്രീകാസ്റ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ആൾക്കാർക്ക് അറിയാമായിരുന്നു കേട്ടോ. പിന്നീട് നമുക്ക് നല്ല മടി പിടിച്ചപ്പോൾ നമ്മുടെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പായി. ആ സ്റ്റോപ്പായതോടുകൂടി നമ്മുടെ ചാനലും പൂട്ടിക്കെട്ടേണ്ടി വന്നു. എനിവേ, ഇപ്പം അതിശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ആഗ്രഹത്തോടു കൂടി വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ പെപ്പേനെ കൊണ്ടാക്കിയായിരുന്നു കേട്ടോ. പെപ്പെ എന്ന് പറയുന്നത് എൻ്റെ പുത്രനാണ്. അവനെ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയി കുറച്ച് സാധനവും മേടിച്ച് വന്ന്, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കൂടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നേരെ ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് കയറാൻ പോവുകയാണ്. എൻ്റെ ഓഫ് ഡേയ്സ് ഞാൻ കൂടുതലും ചിലവഴിക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മിക്ക വീട്ടമ്മമാർക്കും അറിയാം, ഒരു ഓഫ് ഡേയ്സ് കിട്ടുന്ന ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒതുക്കണമെന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്യും. എല്ലാ പ്ലാനിങ്ങും കൃത്യമായിട്ട് നടക്കത്തില്ലെങ്കിലും എൻ്റെ ഷോപ്പിംഗ് ഇവിടെ കൃത്യമായിട്ട് നടന്നിരുന്നു കേട്ടോ. നമ്മൾ UK താമസിക്കുന്നത് ഡോവറിലാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി എനിക്ക് അല്പം സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും കൃത്യമായിട്ട് കടയിൽ പോയി സാധനം മേടിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 2 ചിക്കൻ മസാലയും ഒരു സാമ്പാർ പൊടിയും ഒരു സാമ്പാർ കിറ്റും. പിന്നെ അവിടെ കുറച്ച് സ്നാക്സ് ഇരിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഏത്തയ്ക്ക കിട്ടുമെങ്കിലും എനിക്ക് നാട്ടിലൊരു ടേസ്റ്റ് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ കടയിൽ നിന്ന്, ആ പോസ്റ്റ് ഓഫീസ് കടയിൽ നിന്ന് മേടിക്കുന്ന ഏത്തയ്ക്കയ്ക്ക് കറക്റ്റ് എനിക്ക് നാട്ടിലെ ടേസ്റ്റ് കിട്ടിയതുകൊണ്ട് അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് മേടിക്കുന്ന 2 ഇടിയപ്പവും, ജാക്മിയുടെ ആണെന്ന് തോന്നുന്നു, 2 ഇടിയപ്പവും 2 തേങ്ങായും ചിരുകിയതും മേടിച്ചു. ഇത് മാത്രമല്ല, കുറച്ചധികം സാധനവും വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കവർ ഒതുങ്ങുമ്പോഴേക്കും അടുത്ത കവർ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് സാധനങ്ങൾ നമ്മൾ മോറിസണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത്. കുറച്ച് ടിഷ്യൂ പേപ്പർ, കിച്ചൺ ടിഷ്യൂവും പിന്നെ ടോയ്ലറ്റ് ടിഷ്യൂവും. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് കയ്യിൽ ബില്ലായിരുന്നു. അത് നോക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ നമ്മൾ തറയും പാത്രങ്ങളൊക്കെ തുടക്കത്തില്ലേ, ഈ വൈബ്സ് പോലത്തെ അതും. പിന്നെ കംഫർട്ട് എന്നാണ് നമ്മൾ നാട്ടിൽ പറഞ്ഞ് ശീലിച്ചതെങ്കിലും ഇവിടുത്തെ ലിനോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഞാൻ വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൻ്റെ ആഗ്രഹപ്രകാരം ഇപ്രാവശ്യം സ്പിനാച്ചും ക്യാബേജും എടുത്തിട്ടുണ്ട്. പ്രായം കൂടുതലല്ലേ, കുറച്ച് ഹെൽത്തിലേക്ക് ശ്രദ്ധിക്കാമെന്ന് പുള്ളിക്കാരനെ വിചാരിച്ചിട്ടുണ്ടാവും. എനിവേ, അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സും, കുറച്ചൊന്നുമില്ല ഒരിച്ചിരി സ്കിൻ കെയർ പ്രോഡക്റ്റ്സും, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കുംബർ, പിന്നെ സാലഡിൻ്റെ ഇത്, പിന്നെ അവക്കാഡോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച്. ഇനി ഇതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടെന്തെന്നറിയോ, കുറച്ച് നാൾ മുമ്പ് വരെയുള്ള ഞാനായിരുന്നെങ്കിൽ ഇത് നേരെ കയറ്റി ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി പീസാക്കി അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞാൻ വെക്കും. എസ്പെഷ്യലി വെജിറ്റബിൾസ് ഞാൻ മാക്സിമം വെക്കാറുണ്ട് കേട്ടോ. വെജിറ്റബിൾസ്, മീറ്റ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സിപ്ലോ കവറാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് 6 days 7 days ഒക്കെ കണ്ടിന്യൂസ് ഷിഫ്റ്റ് വരും. അപ്പോൾ എനിക്ക് വൈകിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ, ചിലപ്പോൾ ഇച്ചാൻ കുക്ക് ചെയ്യാത്ത ദിവസങ്ങളിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് തട്ടിയിട്ടുണ്ടാക്കാമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച മാർഗ്ഗമാണ്. എനിവേ, അതെനിക്കിപ്പം റീസെൻ്റ്ലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അതിലേതൊക്കെയാണോ എനിക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ ഇത് ഞാൻ ടെമുവിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സൈഡിലുള്ള ഡ്രസ്സൊന്നും നോക്കണ്ട, ഉണങ്ങാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നതാണ്. ആപ്പിൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓറഞ്ച് മേടിക്കാമെന്ന് വിചാരിച്ച് ഓറഞ്ച് മേടിച്ചതാണ്. പക്ഷേ ആ ഓറഞ്ചിൻ്റെ 3 എണ്ണവും കേടായിരുന്നു. അത് പിന്നെ ഞാൻ നല്ലത് നോക്കി ഒരു സൈഡിലെ കേടുണ്ടായിരുന്നുള്ളൂ, അത് കേട് മാറ്റിയിട്ട് ജ്യൂസ് അടിച്ചു. ബാക്കി 2 റോയിൽ ഞാൻ പഴവും ഏത്തക്കയും കൂടെ ആക്കി വെച്ചിട്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. ഇത് വാങ്ങിച്ചതിന് ശേഷം ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ട് കേട്ടോ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, തള്ള വൈബ് വന്ന് തുടങ്ങി മോളേന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ഇച്ചിരി ഹാപ്പിനെസ് കൂടുതലാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ലത്. എനിവേ, അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ മീനിൻ്റെ പരിപാടിയിലോട്ട് പോയി. മിക്ക ദിവസങ്ങളിലും ചിക്കൻ കൂട്ടുന്ന ഞങ്ങൾക്ക് മീൻ കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മീൻ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല. കിട്ടും, പക്ഷേ വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ
ഇപ്പം ഒരാഴ്ചയിൽ മീൻ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഓർഡർ കൊടുത്ത് അങ്ങനെ വാങ്ങലാണ് പരിപാടി. എനിവേ അവിടുന്ന് വാങ്ങിച്ച മീനാണ് ഇന്ന് ആവോലിയും കിളിമീനും കൊഞ്ചുമാണ് വാങ്ങിച്ചത്. ഈ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും എൻ്റെ കല്യാണത്തിന് മുൻപാണെങ്കിലും രണ്ട് വീട്ടിലും മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണെന്നറിയത്തില്ല പൂച്ച വരും. പ്രത്യേകിച്ച് ഇച്ചാൻ്റെ വീട്ടിൽ ഫുഡ് എടുക്കുന്ന കാണുമ്പോഴേ പൂച്ച ഓടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാൻ പൂച്ചേനെ ഓർക്കാറുണ്ട്. കാരണം അതുങ്ങൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ വേസ്റ്റോ തലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ട് വേസ്റ്റ് എല്ലാം കെട്ടി ഫുഡ് വേസ്റ്റ് കളയുന്നതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് ഇത് മാത്രമല്ല കേട്ടോ, ഇനി അടുത്ത രണ്ടും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ സിപ്ലോ കവറിൽ കയറ്റാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ ഇന്ന് പുറത്തിറങ്ങി നിന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, ഞാൻ എന്നും പുറത്തിറങ്ങി നിന്നല്ല കട്ട് ചെയ്യുന്നത്. ഇന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, ഈ ആവോലി ഉണ്ടല്ലോ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫുള്ള് ചെതമ്പൽ തെറിക്കുമായിരുന്നു. ചെതമ്പലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ പുറത്തുനിന്ന് ആക്കാമെന്ന്. അങ്ങനെ പുറത്താകുമ്പോഴത്തേക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ മീൻ കട്ട് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എൻ്റെ മമ്മീനെയും പിന്നെ അനിയത്തിനെയും വിളിക്കാറുണ്ട്. അതും കൂടി ഇതിനകത്ത് എടുക്കാനുള്ള നിർവാഹമില്ലാത്തത് കാരണം ഞാൻ എടുത്തില്ല. എനിവേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ഈ മീൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ മമ്മീനെ ഞാൻ വല്ലാതെ ഓർക്കുന്നു. മമ്മി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മീൻ കിട്ടും കേട്ടോ. എല്ലാ ദിവസവും മീൻകറിയും കൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് മാറിപ്പോയി എന്ന് വേണം പറയാൻ. എങ്കിലും കിട്ടുന്ന അവസരങ്ങളിൽ മീൻകറി മാക്സിമം ഞാൻ വെച്ചു കൊടുക്കും. പിന്നെ ഇതൊന്നും വേണ്ടാത്ത ഒരാളുണ്ട്, എൻ്റെ പുത്രൻ. എനിക്ക് കൂടുതലും മീനും ചിക്കനും ബീഫെന്ന് പറയുമ്പോൾ നാട്ടിലെ ബീഫ് ചെറുതായിട്ടൊക്കെ കഴിക്കും, എന്നാലും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചിക്കനും മീൻ വിഭവങ്ങളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനും ഇതൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവൻ ചിക്കനും കഴിക്കത്തില്ല മീനും കഴിക്കത്തില്ല. ചിക്കൻ ബിരിയാണി വെച്ചാൽ ബിരിയാണിയുടെ റൈസ് കഴിക്കും, മീൻകറി വെച്ചാൽ ചോറും ചാറും കഴിക്കും. ഇങ്ങനെയാണ് എൻ്റെ പുത്രൻ. പക്ഷേ ഇവൻ കഴിക്കുന്നതും ഞങ്ങൾക്കധികം ഇഷ്ടമല്ലാത്തതുമായ ഒരു കാര്യമുണ്ട്, വെജിറ്റബിൾസ്. അവന് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെജിറ്റബിൾസും കൂട്ടി ചോറ് നന്നായിട്ട് കഴിക്കും. അതേസമയം ഞങ്ങൾ വെജിറ്റബിൾസ് കുറച്ചേ എടുക്കുള്ളൂ. അതാണ് അവനും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും എൻ്റെ മീൻ കട്ടൽ പെട്ടെന്നൊന്നും തീരുന്ന ലക്ഷണമൊന്നും ഇല്ലായിരുന്നു. മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയി എൻ്റെ മമ്മിയൊക്കെ കുളിക്കാറാണ് പതിവ്. അപ്പം അതേപോലെ തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് നേരെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ബാക്കി ചെയ്യണം എന്നതായിരുന്നു എൻ്റെ സ്വപ്നമെങ്കിലും മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ്റെ വകി ഒരു കോള് വന്നത്. എടീ സമയം 2:30 കൊച്ചിനെ വിളിക്കാൻ പോകണ്ടേ 2:40 ഓടിപ്പോയി നേരെ പോയി കയ്യും കഴുകി ഡ്രസ്സ് മാറ്റാൻ നിന്നപ്പം ഡ്രസ്സൊന്നും മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ ഫോൺ നോക്കിയപ്പോഴത്തേക്ക് 2:15 ഈ മനുഷ്യൻ്റെ കാര്യമേ എന്ത് പറയാനാ. അങ്ങനെ പിന്നെ ജസ്റ്റ് കയ്യും കഴുകി പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ കിട്ടിയ സ്പ്രേയും വാരി പൂശി നേരെ ഞാൻ ഇറങ്ങാൻ പോയി. അപ്പോഴത്തേക്ക് ഇതാ നിൽക്കുന്നു ഞാനും കൂടെ വരുന്നെന്നും പറഞ്ഞു. പിന്നെ ഇതിനെയും കൂട്ടിക്കൊണ്ട് പോകലായി അടുത്ത എൻ്റെ പരിപാടി. ദേ കണ്ടോ, ഞങ്ങൾ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അന്താരാഷ്ട്രപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നതാണെങ്കിലും ഇതൊന്നുമല്ല, കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാറ്. ദേ കണ്ടോ, അളിയനും പോകുന്ന പോലെ. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ അളിയനും ആണെങ്കിലും മിക്ക സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടിരിക്കാറുണ്ട്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഞങ്ങളുടെ ഇടയ്ക്കും നല്ല സന്തോഷവും സങ്കടവും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഹാപ്പി ആയിട്ട് ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എനിവേ പെപ്പയ്ക്കാണെങ്കിൽ പപ്പനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കത്ത് കയറാതിരിക്കാൻ വയ്യ. അത് പപ്പ മാത്രമല്ല മമ്മിയും. പപ്പ ഉണ്ടെങ്കിൽ പപ്പ. ഈ നടന്നു പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. സ്ഥിരം ഇവനെ വിളിക്കാൻ പോകുന്നതും കൊണ്ടാക്കുന്നതും കാറിലാണ്. നടന്നു പോകുന്നതിലൊരു സുഖമുണ്ടല്ലേ. ഇതിനിടെ അപ്പനും മോനും തമ്മിൽ ഓട്ടോ മത്സരം വെച്ച് പോകുന്നതാണ് കണ്ടത്. വീടെത്തി അവൻ്റെ ഫേവറേറ്റ് ലഡു മേടിച്ചു. ഈ ലഡു കൊടുക്കലാണ് ആദ്യത്തെ ഞങ്ങളുടെ പരിപാടി. ഇവൻ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കരുതാറുണ്ട്, വെനസ്ഡേയ്സിൽ മാത്രം, കാരണം ലോങ് ഡേ ഉള്ളത് അന്നത്തെ ദിവസമാണ്. അവൻ്റെ ലഡു അവനകത്താക്കി നേരെ പപ്പ എടുത്തു വെച്ചിരുന്ന പക്കാവടെ അകത്താക്കി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എൻ്റെ ബാലൻസ് ജോലി ഞാൻ ഒതുക്കി തീർക്കലാണ് എൻ്റെ അടുത്ത പരിപാടി. ഇപ്പം ഈ അരിഞ്ഞ് മാറ്റിയത് സാമ്പാർ കിറ്റ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കുറച്ച് സാമ്പാറിനും കുറച്ച് അവിയലിനുമായിട്ട് സിപ്ലോ കവറിൽ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കവേ ഞാനും എൻ്റെ ലഡു അകത്താക്കിയിട്ട് അടുത്ത പരിപാടിയിലോട്ടായി. അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം സിപ്ലോ കവറിലാക്കി നേരെ ഫ്രിഡ്ജിൽ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. എന്തായാലും ഇവനെയും വിളിച്ചുകൊണ്ട് വന്ന് 2:40 തുടങ്ങിയ 2:40 അതിന് മുൻപ് തുടങ്ങിയ എൻ്റെ ജോലി എൻ്റെ കെട്ടിയവൻ പോകാറായപ്പോഴത്തേക്ക് 8 മണിയായിട്ടും എൻ്റെ ജോലി തീർന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭങ്ങളിൽ ഞാൻ പണ്ട് മമ്മിയോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. മമ്മി, ഇപ്പോഴേ ജോലിയൊന്നും ചെയ്യേണ്ട, എന്തായാലും കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടേ ഞാൻ ജോലി ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴേ ഞാൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴേ ഞാൻ ചെയ്ത് കഷ്ടപ്പെടണ്ടേ? ഇതിലും നല്ലത് അന്ന് കഷ്ടപ്പെട്ടാൽ പോരെ. പറഞ്ഞത് കറക്റ്റാട്ടോ. ഇന്ന് ഞാൻ മമ്മീനെ വിളിച്ചപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ്
ഫുഡും കഴിച്ച് ബാക്കി കാര്യങ്ങൾ ഒതുക്കി. ഇനിയിപ്പോൾ നാളത്തെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം സമാധാനമായിട്ട് സ്മൂത്തായിട്ട് പോയിക്കോളും. എനിവേ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.